ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ 2 ലെഗ്സ് വരും. 2 ലെഗാണ് ഈ കാണുന്നത്. നമ്മൾ ആംഗിളിൽ പറയുന്ന ടേംസാണ് ഈ എൻഡിൽ, അതായത് അടുത്ത ലെഗ്, ആ ലെഗ് വരുന്നതിൻ്റെ മീറ്റ് ചെയ്യുന്ന ആ ഫേസിന് നമ്മൾ ഹീൽ എന്ന് പറയും. പിന്നെ ആ കർവ് ചെയ്ത് വരുന്നുണ്ടോ അവിടെ നമ്മൾ ഫില്ലറ്റ് എന്ന് പറയും. ഈ എൻഡിൽ വരുന്ന ലെഗിൻ്റെ എൻഡിൽ വരുന്നതിന് ടോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുമ്പോൾ ആംഗിളിൻ്റെ ലെഗ്, ഹീൽ, ടോ അങ്ങനത്തെ ടേം തന്നെ യൂസ് ചെയ്യണം. ഇനി ഈ ആംഗിളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, ഈ ക്രോസ് സെക്ഷനിൽ നിന്ന് ഒരു വ്യൂ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ വരച്ചേക്കുന്നത്. അത് വരച്ചേക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് നോക്കുന്ന വ്യൂസാണ്. ഇവിടെ എല്ലാ ക്രോസ് സെക്ഷൻ്റെ ലെഫ്റ്റിൽ കാണുന്ന വ്യൂ എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന, ഈ ക്രോസ് സെക്ഷൻ്റെ ലെഫ്റ്റിൽ നിന്ന് നോക്കുന്ന വ്യൂ ആയിട്ടാണ് ഇവർ വരച്ചേക്കുന്നത്. അതെങ്ങനെ നമുക്കത് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ആംഗിളിൽ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ക്രോസ് സെക്ഷൻ, ഇതിപ്പോൾ ആംഗിൾ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഈ ആംഗിൾ. അപ്പോൾ ഈ തിക്നെസ് നമുക്ക് കാണാൻ പറ്റും, ഈ ലെഗിൻ്റെ തിക്നെസ്. അപ്പോൾ ആ ടോപ്പിലത്തെ ലൈനും ബോട്ടത്തിലെ ലൈനും വിസിബിൾ ആയിരിക്കും, അതാണ് ഈ കാണുന്നത്. പിന്നെ ബോട്ടത്തിലെ ലൈൻ. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്രോസ് സെക്ഷൻ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ വരും? ഇപ്പോൾ ഈ ആംഗിളിലെ ക്രോസ് സെക്ഷൻ ഇവിടെ റൈറ്റിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ വരും? ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ് ഈ ആംഗിൾ, ഇങ്ങനെ ഈ ആംഗിൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ടോപ്പിലത്തെ ലൈൻ, ബോട്ടത്തിലെ ലൈൻ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പേ കിട്ടുള്ളൂ. സോ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്നത് അങ്ങനെ, ഇങ്ങനെ ഒരു ലെഗ് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ ലെഗ് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ കാണാത്ത ലെഗ് നമ്മൾ ഏത് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡാഷ് ലൈനിൽ, ഡോട്ടഡ് ലൈൻ എന്ന് പറയും. അപ്പോൾ അത് ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം നമ്മൾ. ഇനി നമ്മൾ ടോപ്പിൽ നിന്നാണ് നോക്കുന്നതെന്ന് കരുതുക. ഇതിപ്പോൾ ഇവിടെ നിന്ന് നോക്കി, ഇനി നമ്മൾ ടോപ്പിൽ നിന്നാണ്, ഇവിടെ ടോപ്പിൽ നിന്നാണ് നോക്കുന്നതെന്ന് കരുതുക. ടോപ്പിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ റെക്റ്റാങ്കിൾ നമുക്ക് വേണമെങ്കിൽ ഒരു തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ പോലെ വെക്കാം. ഒന്നില്ലെങ്കിൽ ടോപ്പിൽ നിന്ന് നോക്കുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. വരച്ചിട്ട് ഇവിടെ റൈറ്റ് സൈഡിലാണ്, ആ ലെഗ് കാണാത്തത് കൊണ്ട് റൈറ്റ് സൈഡിൽ ഇതേപോലെ ഡോട്ടഡ് ലൈനിൽ വരും. എപ്പോഴും നമ്മളൊരു വ്യൂ വരച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ലെങ്ത്ത് വിഡ്ത്തിനേക്കാളും ഒരു 3 ടൈംസ് എങ്കിലും ലെങ്ത്ത് കൂടുതലായിരിക്കണം. അതാണ് ഒരു പ്രൊപ്പോസിഷൻ വരുന്നത്. അല്ലാണ്ട് ഇത്രയും ചെറുതാക്കി നമ്മൾ വരച്ച് കൊടുക്കരുത്.